വിശന്നിട്ട് വയ്യ. എന്ത് കഴിക്കും? ഇഡ്ഡലി കഴിച്ചാലോ? ഓ, ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ഇഡലി ദിനാണ്. അങ്ങനെയുണ്ടോ? ഇഡലിക്ക് ഒരു ദിവസമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇഡലി എന്ന് പറഞ്ഞ നിസ്സാരക്കാരനല്ല. അതായത് അതാ ഇഡലി, ദോശ, കോഫി. ഇവിടെ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കയറിയിട്ടില്ല. നമുക്ക് കയറാം. കയറി നോക്കാം. ಇರೋ ಇಡಲಿ ಇದೆ. ಇಡ್ಲಿ ಇದೆ ಸರ್. ಓ, ಎನ್ನ ಇಡಲಿ ಕಡೆಗೆ ನಮ್ಮ ಹತ್ರ ಒಂದು 7 ಐಟಮ್ ಇಡ್ಲಿ ಇದೆ. ರವಾ ಇಡ್ಲಿ ಇದೆ, ರೆಗ್ಯುಲರ್ 2 ಪೀಸ್ ಅಲ್ಲ ಇಡ್ಲಿ ಇದೆ, ಬುಲೆಟ್ ಇಡ್ಲಿ ಇದೆ, ಗೀ ಬುಲೆಟ್ ಇಡ್ಲಿ ಇದೆ, ಸಾಂಬಾರಲ್ಲಿ ಡಿಪ್ ಮಾಡಿ ಕೊಡ್ತಾರೆ. ಆಮೇಲೆ ತಟ್ಟೆ ಇಡ್ಲಿ ಇದೆ, ಬಿಗ್ ಸೈಜ್ ಬರುತ್ತೆ. ಅದ್ರಲ್ಲಿ ಪ್ಲೇನ್ ತಟ್ಟೆ ಇಡ್ಲಿ ಇದೆ, ಗೀ ತಟ್ಟೆ ಇಡ್ಲಿ ಇದೆ, ಗೀ ಮಸಾಲಾ ತಟ್ಟೆ ಇಡ್ಲಿ ಇದೆ. ನಿಮ್ಗೆ ಯಾವ್ದು ಬೇಕು ಹೇಳಿ ಸರ್, ಯಾವ್ದು ಬೇಕಾದ್ರೂ ಕೊಡೋಣ. ಈ ಬುಲೆಟ್ ಇಡ್ಲಿ ಏನ ಸ್ಪೆಷಲ್? ಬುಲೆಟ್ ಇಡ್ಲಿ ಸ್ಪೆಷಲ್ ಅಂದ್ರೆ ನಿಮ್ಗೆ ಅದು ಚಿಕ್ಕ ಚಿಕ್ಕ ಇಡ್ಲಿ ಬರುತ್ತೆ. ಓ, ಚಿಕ್ಕದನ್ನ ಸ್ಮಾಲ್ ಸೈಜ್ ಕ್ವಾಂಟಿಟಿಯಲ್ಲಿ 10 ಪೀಸ್ ಬರುತ್ತೆ. നമുക്ക് ബുള്ളറ്റ് ഇഡ്ഡലി ഒന്ന് നോക്കിയാലോ? ബുള്ളറ്റ് തന്നെ പഠിക്കാം. ബുള്ളറ്റ് പഠിക്കാം. ಒಂದು ಪ್ಲೇಟ್ ಬುಲೆಟ್ ಇಡ್ಲಿ. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ല കന്നഡ ಇದು ರೆಡಿ ಮಾಡೋಕೆ ನೋಡೋಕ್ಕಾಗತ್ತಾ? ಓಕೆ ಸರ್, ನೋಡ್ಬೋದು, ತೊಂದರೆ ಇಲ್ಲ. അണ്ണ, ഇതാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന മെഷീൻ. അതിനകത്ത് സ്റ്റീം ഇങ്ങനെ കയറിയിട്ട് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പോലെ ഇഡ്ഡലി ചെമ്പിനകത്ത് വെച്ചിട്ട് അങ്ങനെയല്ല. ഓ, ഇതാണോ ബുള്ളറ്റ്? ആണോ? ഇതാണ് ബുള്ളറ്റ്. ഓ, ഒരു ബുള്ളറ്റിന്റെ അത്ര തന്നെ. ചിലയിടത്ത് ഇതിന് ബേബി ഇഡ്ഡലി എന്ന് പറയും. ബാംഗ്ലൂരിന്റെ തനതായിട്ടുള്ള തട്ട ഇഡലി. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തട്ട് പോലെ ഇരിക്കും. ഒരു തട്ടിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത്, വലിയൊരു തട്ടിനകത്ത്. വലിയ തട്ട്, പക്ഷേ നൈസായിരിക്കും അല്ലേ ഇത്? നൈസ്, ഭയങ്കര സോഫ്റ്റ് ആണ്, നൈസാണ്. പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ എണ്ണ കൂടുതൽ, നെയ്യാണ്. നമുക്കപ്പോൾ ഇനി ഇതൊന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? കഴിക്കണ്ട അല്ല മെയിൻ പരിപാടി. വിശക്കുണ്ട് നല്ലോണം. നമുക്കൊന്ന് കഴിച്ചാലോ? കഴിച്ചേക്കാം. ഓക്കെ. ഈ തട്ടയിഡലി ഉണ്ടല്ലോ, ഈ തട്ടയിഡലി ചട്നിയിലും മുക്കി, അതായത് തട്ടയിഡലി എന്ന് പറഞ്ഞാൽ ഈ പൊടി തട്ടയിഡലി എന്ന് കുറച്ചും കൂടി സൂപ്പറായി. ഇതിങ്ങനെ ഇങ്ങോട്ട് വയൽ വയ്ക്കണുള്ളൂ. അതാ ഗീ കൂടെ ഉള്ളതുകൊണ്ട്. ഓ, സൂപ്പർ. ഘീ പൊടി തട്ട ഇഡ്ഡലി, പിന്നെ അത് സിമിലർ ടു മറ്റേ രാമശ്ശേരി ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ സ്വാദിന് വ്യത്യാസമുണ്ട്, നോർമൽ ഇഡ്ഡലിയേക്കാളും വ്യത്യാസമുണ്ട്. അതാണ് ഏറ്റവും ടേസ്റ്റ് ഞങ്ങൾക്കതാ തോന്നിയിരിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് ഈ വെറുതെ ഇത് കഴിച്ചാൽ പോരെ, ഇതിൻ്റെ ഒരു ചരിത്രം അറിയോ? ഇതിന് എത്ര പഴക്കമുണ്ടെന്നറിയോ? എനിക്കറിയില്ല. കാരണം ഇതൊക്കെ അറിയണം. ഇത് അറിയാണ്ട് ഇങ്ങനെ കഴിക്കാൻ വന്നിട്ട് കാര്യമില്ല. അതായത് ഏതാണ്ട് 1000 വർഷം മുമ്പ് കന്നഡയിൽ എഴുതിയ ചില പുസ്തകത്തിൽ ഇഡലിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിൽ വലിയ തർക്കമുണ്ട്. ഈ കർണാടകയും തമിഴ്നാടും തമ്മിൽ പല കാര്യത്തിലും തർക്കമുണ്ട്. അറിയാലോ, വെള്ളവും അങ്ങനെ പല വിഷയമുണ്ട്. ഈ കർണാടകക്കാർ പറയുന്നത് ഇഡലി കണ്ടുപിടിച്ച് ഞങ്ങളാണ്. തമിഴ്നാട്ടുകാർ പറയുന്നത് അവരാണ് ഇഡലി കണ്ടുപിടിച്ച്, അവരെയാണ് ഏറ്റവും ഇഡലി നല്ല സൂപ്പർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില ചരിത്രം പറയുന്നുണ്ട് ഇഡലിയുടെ ഒറിജിൻ എന്നുള്ളത് ഇന്തോനേഷ്യനാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇഡലിക്ക് നമ്മളെന്നും വെറുതെ വീട്ടിലുണ്ടാക്കി ഒരു എന്താ പറയുക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇഡലിക്കാണ് ഇത്രയും വലിയ ചരിത്രം ഉള്ളത്. അപ്പോൾ ഏതായാലും ഒരുപാട് ടൈപ്പ് ഇഡലി നമ്മുടെ മുമ്പിലുണ്ട്. അധികം സംസാരിച്ചിരിക്കാൻ നേരമില്ല, നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം.